ഹായ് ഗായ്സ്, ഇന്ന് എന്റെ റെസിപ്പി അല്ല കേട്ടോ. എന്റെ അനിയനോട് ഞാൻ എങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോൾ ഓൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഒന്നുകിൽ അത് ഡബ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് കുക്ക് ചെയ്യുമ്പം അതിന്റെ വീഡിയോ എടുത്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓന് പറയുന്നത് കേൾക്കാൻ നല്ല വിറ്റുണ്ട്, ഓനെ വർത്താനം കേൾക്കാൻ നല്ലൊരു രസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ഡബ് ചെയ്ത് കൊളാക്കുന്നില്ല, അത് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യാം. ഇനി ഇത് കണ്ടിട്ട് ഓൻ എനിക്ക് എന്തെങ്കിലും പണി തരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓന്റെ ഗ്രിൽ ചിക്കന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് ഇനിയും മോന്റെ റെസിപ്പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നത്. നല്ലോണം മാഗ്നേറ്റ് അത് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ഞാൻ തിന്നാ മതി, വേറെ ഒട്ടും വേണ്ട. ഒരു കണ്ടങ്ങനെ എടുക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റാണ്. അപ്പൊ ഈ ബ്രോസ്റ്റ് എന്ന് പറയുമ്പം മുളകും സുർക്കയും ഇച്ചിരി തൈരും കുറച്ച് ഉപ്പും കൂട്ടി അരച്ചിട്ട് ഇതുപോലെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെക്കുക. എന്നിട്ട് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നല്ലോണം മാഗ്നേറ്റ് അത് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ ഫിയ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു മണിക്കൂർ വെക്കുക. അപ്പം എന്തായി, ആ മസാലക്കുള്ളിലേക്കൊന്ന് ഇറങ്ങി കിട്ടും. അത് കഴിഞ്ഞ് ഇതിൽ നിന്നൊരു ഊറ്റിയെടുത്തിട്ട് കുരുമുളക് പൊടി നാരങ്ങ നീരും കൂട്ടിയിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നീരെടുത്തിട്ട് കുറച്ച് കൂട്ടിയിട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെക്കാൻ നിൽക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കൂട്ടുന്ന പൊടി എന്ന് പറയുമ്പം മൈദപ്പൊടി 1 കപ്പ്, ഒരു 1/2 കപ്പ് കോൺഫ്ലവർ പൊടി, ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി, 2 ടീസ്പൂൺ ഉള്ളിപ്പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, അതായത് സാത്തറിന്റെ പൊടി. സാത്തറിന് മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, അത് സാത്തറിന്റെ പൊടി. എന്നിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം അങ്ങനെ മിസ്ക് ആക്കിയിട്ട് ബാക്കി ഞാൻ പൊരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫിനും കുറച്ച് ഓട്സും കൂടെ ചേർക്കുന്നുണ്ട്. അതോനെ വീഡിയോ എടുക്കുമ്പോൾ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കേണ്ടത് നമ്മൾ സാധാരണ ചട്ടിയിലല്ല പൊരിക്കുക, നമ്മൾ മസാലയൊക്കെ ഏകദേശം ഉസാറായിക്കണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മുക്കാളുടെ പൗഡർ, അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മള് ഉണ്ടാക്കേണ്ട ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ആണ് ഉണ്ടാക്കേണ്ടത്. കുക്കറിലാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മളെ എണ്ണ ചൂടായി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ വെച്ച കോഴി എടുക്കുക, ഈ പൗഡറിൽ മുക്കുക, ഇടുക. മുക്കുക, ഇടുക. ഏകദേശം ഞാൻ 4 പീസ് ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിന്റെ മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ ഈ വിസില് വേണ്ട, ഇതിനെ പുറത്തെ വെയിറ്റ് വേണ്ട, ജസ്റ്റ് മൂടി വെച്ചാൽ മതി. ഏകദേശം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ മതി. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, ഹൈ ഫ്ലെയിം വേണ്ട, ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മളെ പൊരി കഴിഞ്ഞ് ഇതാ കണ്ടേ, ഞാൻ തിന്നാ മതി, വേറെ ഒട്ടും വേണ്ട. ഒരു കണ്ടങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, തിന്നാ മതി.